സീക്വൻസിലെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഓക്കെ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ 25, 144 അതുപോലെ ടേമിൻ്റെ സ്ക്വയർ എന്നിവ പദങ്ങളാണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം ആദ്യമായി ചെയ്യേണ്ടത് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ്. അതിന് ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എഴുതിയാൽ മതിയാവും. അത് 6 ആണ്. അടുത്തതായി ആൾജിബ്രൈക്ക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുക എന്നുള്ളതാണ്. അതിന് പൊതുവ്യത്യാസത്തിന്റെ കൂടെ n എഴുതി അതിനോടൊപ്പം പൊതുവ്യത്യാസം ഒന്നാം പദം ആകാൻ വേണ്ട സംഖ്യ കൂട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആൾജിബ്രൈക്ക് ഫോമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് പൊതുവ്യത്യാസം കൊണ്ട് ഏത് പദത്തിനെയും ഡിവൈഡ് ചെയ്താൽ കോമൺ റിമൈൻഡർ ആയി വരുന്നത് 2 ആണ് എന്നാണ്. അതായത് ഇവിടെ 25 എന്ന് പറയുന്ന സംഖ്യ ഇതിലെ പദമാണോ എന്നറിയാൻ 25നെ നാം 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ്. നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് റിമൈൻഡർ 1 ആണ്. അതായത് റിമൈൻഡർ 2 അല്ല. അതുകൊണ്ട് 25 എന്ന സംഖ്യ ഈ ശ്രേണിയിലെ പദമല്ല. അടുത്തതായി നാം ചെയ്യാൻ പോകുന്നത് 144 ഈ ശ്രേണിയിലെ ഒരു പദമാണോ എന്ന് പരിശോധിക്കലാണ്. 25നെ പരിശോധിച്ചതുപോലെ തന്നെ 144നെയും നാം ഇവിടുത്തെ പൊതുവ്യത്യാസമായിട്ടുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ് എങ്കിൽ 144 ഒരു പദമാണ്, അല്ല എങ്കിൽ 144 പദമല്ല. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് 144 ഒരു പദമല്ല. റിമൈൻഡർ 2 ആയാൽ മാത്രമേ പദമാവുകയുള്ളൂ. അടുത്തതായി നാം ഈ ശ്രേണിയിലെ ഒരു പദത്തിന്റെ സ്ക്വയർ അതായത് വർഗം ഇതിലെ ഒരു പദമായിരിക്കുമോ എന്ന് പരിശോധിക്കലാണ്. അതിനുവേണ്ടി നാം ഇവിടെ ബീജഗണിത രൂപത്തിന്റെ സ്ക്വയർ ആദ്യം എടുക്കുന്നു. ബീജഗണിത രൂപമായിട്ടുള്ള 6n + 2 ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ 36n + 24n + 4 എന്നാണ്. അടുത്തതായി ഈ ബീജഗണിത രൂപത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് എന്ന് പരിശോധിക്കലാണ്. ഇവിടെയും നമുക്ക് ലഭിക്കുന്ന റിമൈൻഡർ 2 അല്ല 4 ആണ്. അതായത് ഏതൊരു പദത്തിന്റെയും വർഗം ഈ ശ്രേണിയിലെ പദമല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു.